ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 26 നിത്യജീവൻ. പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുക. ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്വീകരിക്കുക എന്നത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളെ പോഷിപ്പിക്കാനുള്ള ശക്തിയുമായി ഞാൻ വരുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. എത്രയോ പേർ ആത്മീയ ശൂന്യതയിൽ ജീവിക്കുന്നു. പിശാച് അവരെ കീഴടക്കുകയും ചെയ്യുന്നു. എന്നെ പൂർണ്ണമായി സ്വീകരിക്കാതെയും യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് വരാതെയും നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുക സാധ്യമല്ലെന്ന കാര്യം ഇതുവരെയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, വലിയ വലിയ സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യില്ല എന്നോർക്കുക. മാനസാന്തരം കൂടാതെയുള്ള ബുദ്ധിയല്ല, അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകില്ല. പണം നിങ്ങളെ ലോകത്തിൽ വലിയവനാക്കിയേക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകില്ല. ഹൃദയത്തിൻ്റെ കണ്ണുകളെ നിർമ്മലമാക്കാത്തവർ ആരും തന്നെ നിത്യജീവൻ അവകാശമാക്കുകയില്ല. വിശ്വാസത്തെ ദൃഢമായി ഉറച്ചു നിൽക്കുന്നത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കും. എന്നാൽ ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാഞ്ചാടിക്കളിക്കുന്നവർ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് തെളിയിക്കുന്നത്. തങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ സാധിക്കാത്തവരെ കാണുമ്പോൾ വിശ്വാസമില്ലാത്തവരെന്ന് അവരെ നിങ്ങൾ മുദ്ര കുത്തുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, തങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന ആ മക്കളിൽ പരിശുദ്ധാത്മാവ് ദാനമായി നൽകുന്ന ജ്ഞാനം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അതിശയിക്കും.